ദേശത്തിന്റെ മേൽ എന്ത് ചെയ്തു? ദേശം ഇളകി. എല്ലാവരും കൂടെ വന്ന് യേശുവിന്റെ അടുക്കൽ, യേശുവെ നീ ഇവിടെ നിന്ന് ഓണം, യേശുവെ നീ ഇവിടെ നിന്ന് എനിക്ക് ദൈവാത്മാവ് വെളിപ്പാട് നൽകിയത്. ആ ഭൂതം ബാധിച്ച മനുഷ്യൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ ഞാൻ നിന്റെ കൂടെ അങ്ങ് വരുവാ, നിന്റെ കൂടെ അങ്ങ്. യേശു പറഞ്ഞ വാക്യം, നീ എന്റെ കൂടെ വരണ്ട, നീ ദൈവം എന്ത് ചെയ്തു എന്നുള്ളത് നീ പോയി നിന്റെ ഭവനത്തിൽ നിന്റെ വീട്ടിൽ ചെല്ലുക. ദക്കപ്പൊരു പട്ടണത്തെ ഇളക്കി മറിക്കുക. നോക്കിയേ, ഭൂതത്തിനല്ല നമ്മുടെ ശക്തി, പിന്നെന്താണ്? ദക്കപ്പൊരു പട്ടണത്തെ ഇളക്കി മറിക്കുമാർ ആ ഒറ്റ മനുഷ്യനെ ദൈവത്തിന്റെ ജ്വാല കത്തിച്ചങ്ങ് കിട്ടും. ദൈവത്തിന്റെ തീ ഹൃദയത്തിന്റെ അകത്ത് കത്തിച്ച് ആ പട്ടണമല്ല എന്ത് ചെയ്ത് വിശേഷീകരിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ ദൈവശക്തി എത്ര വലുതായിരിക്കും. ഭൂതത്തിന്റെ കാര്യമാണ്. പിന്നെ അവിടെ എത്തിക്കാം, ജനമൊക്കെ ശരിയാ, പക്ഷേ അടുത്ത വഴി ദൈവത്തിന്റെ പ്രവർത്തി അവിടെ വെളിപ്പെട്ടു, ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. പിന്നീട് ഒരിക്കൽ യേശു അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗദദേശത്തെ സന്ദർശിക്കുന്നുണ്ട്. വചനം പറയുന്നു വ്യക്തമായി, പിന്നീട് ഒരിക്കൽ അവരെല്ലാം അന്നത് യേശു സ്വീകരിക്കുകയായിരുന്നു. ആ സമയത്ത് പറഞ്ഞു വിട്ടെങ്കിലും പിന്നീട് ദക്കപ്പോലി പട്ടണം ദൈവത്തിന്റെ പട്ടണമായി, ശക്തമായി എല്ലാ പൈശാചിക ശക്തികളെയും ജയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള പട്ടണമായി മാറിയ പട്ടണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഭൂതാത്മാവിനേക്കാൾ ശക്തി ദൈവത്തിന്റെ ആത്മാവിന് ഉണ്ട്. അതുപോലെ മനുഷ്യനിൽ കയറിയാൽ, ആ ദൈവാത്മാവ് കയറിയാൽ ഒരു പട്ടണത്തെ തന്നെ വിടുവിക്കാൻ കഴിയും. മനസ്സിലായോ? നമ്മുടെ മേലൊക്കെ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ചെറുതല്ല കേട്ടോ, ചെറുതല്ല, വളരെ ശക്തി. ഒരു പട്ടണത്തെ തന്നെ ഇളക്കാൻ, നിങ്ങൾ പാർക്കുന്ന ദേശത്തെ തന്നെ ഇളക്കാൻ. നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിൽ ആയിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് കൃപ നൽകട്ടെ. കുഞ്ഞോ ഭാസ്കർ അല്ലെങ്കിൽ അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തു. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന ഈ രണ്ടാമത് പകൽക്കാലവും എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഈ കൂട്ടായ്മയിലായിരിക്കാൻ ദൈവം എല്ലാ സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യും. വിശേഷാൽ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന ദൈവദാസൻ, സഭയാം കുടുംബങ്ങൾ, വിശേഷാൽ സഹോദരത്തുല്യ സ്നേഹിക്കുന്ന പ്രിയ കുമാർ ബ്രദറും മായ സിസ്റ്ററും, അവർക്ക് ദൈവാവകാശമായി കൊടുത്ത കുഞ്ഞുങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന പ്രിയ കർത്താവ് അല്പകാലത്തേക്ക് ആക്കി വെച്ചിരിക്കുന്ന പ്രിയ ഇന്ത്യ സിസ്റ്റർ, എല്ലാവർക്കും വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും നേരത്തെ അറിയിക്കുന്നു. പിതാവായ ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയും സമാധാനവും നമ്മളോടുകൂടെ എല്ലാവരോടും കൂടെ ഇന്നത്തെ അല്പസമയ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിന്റെ 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നൽകിയ ദൈവത്തിനായി സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതിരുന്ന് അല്പസമയം ഞങ്ങൾക്ക് ഒന്നിച്ച് ധ്യാനിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കാം. യേശുവിൻ നാമത്തിൽ ആമേൻ. എൻ പ്രയാണകാലം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം.
എന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമവിടം എൻ്റെ ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമവിടം എൻ്റെ നിത്യമവിടം വിളങ്ങും പട്ടണമാണാത് ഓ വീതി സ്വച്ഛ സ്ഫടികത്തിൽ തങ്ക നിർമ്മിതമ പട്ടണമാതിൻ്റെ ഭംഗി വന്യമല്ലവോ അത് ഭംഗ്യമല്ലവോ വീതി സ്വച്ഛ സ്ഫടികത്തിൽ തങ്ക നിർമ്മിതമ പട്ടണമാതിൻ്റെ ഭംഗി വന്യമല്ലവോ ഭംഗി വന്യമല്ലവോ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാതെൻ്റെ നിത്യമവിടം എന്നാലെ പരാജപാ ഓരെ പരാജബി സമീരാജിമര ഹബേ വൈബാരാ ശാബേരു വീരാ സൈബാര ഹബേ വീരാ സൈബാര ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ അന്ന് സഭയ്ക്കുണ്ടായ ആദിമ നൂറ്റാണ്ടിലെ പീഡനം പ്രിയരെ അതൊന്നും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുമില്ല, നമ്മുടെ ഇത് വന്നിട്ടുമില്ല. എന്നാൽ ചില പ്രതിസന്ധികൾ കാണുമ്പോൾ, ചില കഷ്ടതയുടെ അനുഭവങ്ങൾ കാണുമ്പോൾ നിലവിളിക്കുക, ഞാൻ എന്ത് ചെയ്യും, ആരെന്നെ വിടുവിക്കും? ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പാൻ ആരുമില്ലല്ലോ എന്നോർത്ത് നിലവിളിക്കുന്ന ദൈവമൈതലേ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കിയ ആ തേജസ്സിനെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുക, വിശേഷ പരിശുദ്ധാത്മാവ് പറയുക, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾക്ക് ക്രിസ്തുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന ഒരു സർവകൃപാലുവായ ദൈവമുണ്ട് കേട്ടോ. കഷ്ടത അനുഭവിക്കുന്ന ദൈവമൈതലേ, ആരുമില്ലെന്ന് വിചാരിക്കണ്ട. ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നെ നിങ്ങളെ ക്രിസ്തുവിൽ കൂടെ വിളിച്ചിറക്കിയിട്ട് ചില കഷ്ടതയുടെ പട്ടികകളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്തിരിയല്ലേ പ്രിയരെ. ഇവിടെ നിൽക്കുമ്പോൾ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയി ഞങ്ങളെ കുടുംബമായി 4 പേരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഞങ്ങളാണ് ചിന്തിച്ചത്, ദൈവമേ ഈ വഴി തെറ്റിപ്പോയോ? ഉടനെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും പ്രിയരെ. ആ സമയത്തൊക്കെ ഈടുറ്റ പ്രത്യാശ നൽകുന്ന അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആമേൻ, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, എന്നാൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നഗരമുണ്ട്. അവിടെ ചെല്ലണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ടെസ്റ്റിംഗ് ഉണ്ട്. ആമേൻ. നാമധേയ ക്രൈസ്തവ കത്തോലിക്ക മതവിഭാഗത്തിന്ന് ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഞങ്ങളുടെ 2 കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അന്ന് അത് വിചാരിച്ചുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. തിരുവെഴുത്ത് മൊത്തം വായിച്ച് ആമേൻ മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായി, ദൈവമേ നമ്മൾ വട്ടപൂജ്യം മാത്രമല്ല നെഗറ്റീവിലാണ് നിൽക്കുന്നത്, എവിടത്തേക്ക്? സ്വർഗത്തേക്കുള്ള യാത്ര. ആമേൻ. പക്ഷേ ഒരു കാര്യം പറയാം,
തിരുവെഴുത്തിൽ കൂടെ ആദ്യകാലങ്ങളിൽ വായിച്ച് ധ്യാനിച്ച് അങ്ങനെ മുന്നോട്ട് പോയതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയുടെ നടുവിൽ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. തക്ക സമയത്ത് ദൈവം റീമ പോലെ പരിശുദ്ധാത്മാവ് റീമയായി വചനമയച്ചു വിടുവിച്ചതുകൊണ്ട് അവൻ തകർക്കപ്പെടുന്ന പല മേഖലകളിൽ കൂടെ കടന്നുപോയി. വിശ്വാസികളും അവൻ നമ്മളെ കരം പിടിച്ച് നടത്തേണ്ട ശുശ്രൂഷകന്മാർ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ച പോർക്കളമേറ്റ് നിർത്തിക്കൊണ്ടാണ് ദൈവം ഞങ്ങളെ പണിതത്. അതുകൊണ്ട് പറയാം, ഒരു കഷ്ടതയ്ക്ക് നമ്മളെ തകർക്കാൻ കഴിയത്തില്ല, ഒരു പ്രതിസന്ധികൾക്ക് നമ്മളെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. മാറി മാറി ഒന്ന് പരിശ്രമിച്ചു, തോടാൻ സമ്മതിച്ചില്ല. കാരണം അത്യുന്നതനായ ദൈവം വില കൊടുത്തിരിക്കുന്നത് തന്റെ ഓമനകുമാരന്റെ രക്തം കൊടുത്താണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. മരണദൂതൻ വന്നൊന്ന് നോക്കി, പക്ഷേ മരണത്തിന്റെ കെട്ടുകളെ അഴിപ്പാനുള്ള അധികാരത്തോടെയാ പിന്നെ നിർത്തിയത്. ഹല്ലേലൂയ. അപ്പോസ്തലൻ ഇത് എഴുതുമ്പോ ആദിമ നൂറ്റാണ്ടിൽ വിശ്വാസ സമൂഹങ്ങളെ ശക്തമായ പീഡനമാണ്. മെഴുകു മുക്കിയ തുണി ശിരസ് മുതൽ ചുറ്റി പാദം വരെ ചുറ്റിയിട്ട് ആമേ തീ കൊളുത്തി രാത്രികാലങ്ങളിൽ ചക്രവർത്തിമാർ ആമേൻ നൃത്തം ചെയ്യുന്ന സുന്ദരിമാരുടെ നൃത്തത്തെ കണ്ട് ആഹ്ലാദിക്കുക. വെളിച്ചം ഇന്നത്തെ പോലെ ഇതല്ല, പിന്നെയോ വിശുദ്ധന്മാരെ കത്തിക്കുക. അതാ അവര് സന്തോഷിച്ചത്. അതുപോലെ തന്നെ ജടയാടുകളുടെ കോലാടുകളുടെ ഒക്കെ തോലിനകത്ത് വിശുദ്ധന്മാരെ കയറ്റിയിട്ട് അപ്പുറം ഇപ്പുറം കെട്ടി വെയിലത്തിട്ടു. ഒരു തുരുത്തിക്കാത്ത അവൻ സാധനം ഉണങ്ങുന്നത് പോലെ ആ തോല് ചുരുങ്ങുന്നതനുസരിച്ച് അവൻ ഓരോ വിശുദ്ധന്മാരും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അങ്ങനെ നശിച്ചു നിൽക്കുന്ന, അങ്ങനെ ജീവിക്കുന്നവർ കണ്ട് ആമൻ പിന്മാറി പോകുമോ എന്ന് ഭാരപ്പെട്ടപ്പോൾ അപ്പോസ്തലൻ എഴുതിയ വേദവാക്യമായി ഇതൊക്കെ വായിച്ചത്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും കർത്താവിനെ കണ്ടിട്ട് തളർന്നു പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രതിസന്ധികൾ കടന്നു വന്നിട്ട് പിന്തിരിയാൻ ശ്രമിക്കുന്നുവെങ്കിൽ, നമ്മളോടുള്ള ദൈവത്തിന്റെ ദൂത അവൻ അധൈര്യപ്പെട്ടു പോകരുത്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആ തേജസ്സിനെ കാണാൻ കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ 4 പേരുടെയൊക്കെ ജീവിതം വന്നു. 8-10 കൊല്ലം മുമ്പ് എന്റെ ഭാര്യാസഹരിക്ക് ഒരു ഓപ്പറേഷൻ വന്നു. മറ്റൊന്നുമല്ല, അതിന്1 കൊല്ലം മുമ്പ് ആമേൻ ശക്തമായ നടുവേദനയും ബ്ലീഡിങ്ങും നേരെ പുഷ്പയിലോട്ട് കൊണ്ടുപോയി. അന്നേരം എലൈറ്റ് ബ്രെഡിന്റെ ഒക്കെ ബിസിനസ് ഉള്ള സമയം. ചിലർക്ക് ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് എന്നെ അറിയാം, അന്നുപോലെയുള്ള പരിചയമുള്ളവരൊക്കെ ഉണ്ട്. എന്നാൽ ആ സമയത്ത് മൂത്ത മോനും പ്രിയ സഹോദരിയും കൂടെ പുഷ്പഗിരി പോയി ആ സ്കാനിങ് ടേബിളിൽ കിടക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിച്ചത് ദൈവനാമ മഹത്വത്തിന്. അത് കേൾക്കുമ്പോൾ നമ്മൾ എന്നാ വിചാരിക്കും? ഈ മുഴ അങ്ങ് ഷൂന്നങ്ങ് ബലൂണായിട്ട് കാച്ചു പോകുന്ന പോലെ ചുമന്ന് വിചാരിച്ചു. ഞങ്ങളും അങ്ങനെ വിചാരിച്ചേ. കാര്യം മരിച്ച ലാസനെ ഉയർപ്പിക്കാൻ അറിയുന്ന കർത്താവിനെ പ്രസംഗിച്ച് നടക്കുന്നവരാ ഞാൻ, അല്ല നമ്മൾ. കർത്താവിന് ഇതുപോലെ ഒരു കാര്യമാണോ? 12 സംവത്സരമായി രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടപ്പോ എന്ത് ചെയ്തു? അങ്ങനെയൊക്കെയുള്ള കർത്താവിനെ പ്രസംഗിക്കുക. അപ്പൊ നമ്മളും എന്ത് വിചാരിച്ചു? ഇങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷെ ഒരു കാര്യം പറയാം, അവൻ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്നവരോട് പറയാം, ഇന്നലകളിലെ നിങ്ങളുടെ പരിചയ സമ്പത്തല്ല, അനുഭവ സമ്പത്തല്ല, ശുശ്രൂഷയുടെ പുതിയ മുഖങ്ങൾ. അവൻ ഇന്നലെ ചെയ്ത ശുശ്രൂഷ ചെയ്യിക്കാനല്ല ഇന്ന് നമ്മളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇന്നും നാളെയുമായി പുതിയ അവൻ അനുഭവങ്ങളിലേക്ക് നടത്താനാ ദൈവം നമ്മുടെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതിസന്ധികൾ ഇടുന്നത്. അങ്ങനെ ഒരു കൊല്ലത്തിനിടെ പവർ മീറ്റിംഗ് വീട്ടിൽ വെച്ചു. രാവിലെ എല്ലാ വ്യാഴ്ചയും രാവിലെ വൈകുന്നേരം 7 മണി മുതൽ 12 മണി വരെ പ്രയോഗം. ചിലപ്പോൾ 2 മണി വരെ നീണ്ടു പോകും. 10-60 പേര് ആ ഉള്ളയിടയിൽ ഇടുങ്ങി ഇരുന്ന് ആരാധിക്കും. ഒരുപോലെ ആരാധനയും പ്രാർത്ഥനയും ദൈവവചനത്തിനും ഒക്കെ സമയം ഭാവിച്ച് അങ്ങനെ കൊണ്ടുപോയി. ഞങ്ങളുടെ വിചാരം ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വളരെ ചുരുങ്ങും. കാര്യം ഒത്തിരി അത്ഭുതങ്ങൾക്ക് ക്യാൻസറൊക്കെ ഒറ്റ പ്രാർത്ഥന സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. വേറെ ആരുടെ സ്വന്തം എൻ്റെ ഭാര്യ സഹോദരിയുടെ അമ്മയുടെ ക്യാൻസർ അദ്ദേഹം മാത്രം ഒന്ന് പ്രാർത്ഥന. ഞാനൊരു വൈകിട്ട് കൂട്ടാനിക്ക് പോയപ്പോൾ സഹോദരി മാത്രം അന്ന് ഞങ്ങൾ കുമ്മനാട് ഇരിക്കുന്ന സമയത്ത് അവർ കത്തോലിക്ക മതവിഭാഗത്തിൽ നിൽക്കുന്ന അവരാ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്രസ് എടുത്ത് കളഞ്ഞു. ആ ഡോക്ടർ തന്നെ വിളിച്ചേക്ക് പറഞ്ഞു, ഞങ്ങളെ മറക്കാൻ നോക്കിയത്. പക്ഷേ ആങ്ങളെ 2 കാലം നടന്നതായതുകൊണ്ട് ആങ്ങളേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. സൗകര്യോട് തന്നെ പറഞ്ഞു മൊത്തം ക്യാൻസറാണ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് 30 ദിവസം ഒന്ന് പ്രചരണം പോയി ഈ മുറിവ് കരിയുന്നതിന് ഇവിടെ കുളിപ്പിക്കാൻ പോയി. അവസാന ദിവസം പറഞ്ഞു
ഈ മോളെ റേഡിയേഷൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയല്ല, ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാം. ആ ബാത്റൂമിൽ വെച്ച് അവൻ പറഞ്ഞു, അമ്മച്ചി ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവ് സൗഖ്യം തരും. പക്ഷേ ഞാൻ അമ്മച്ചി പറയും മാതാവ് വിളിച്ചു, യോഹന്ന അല്ലെങ്കിൽ അതൊരു സുന്യാളത്തിൽ വിളിച്ചു, വേളാങ്കണ്ണി മാതാവ് വിളിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ആരും അങ്ങനെ പറഞ്ഞു. എല്ലാവരും ഞാൻ വിളിച്ചു നോക്കിയാൽ ആരും വന്നിരുന്നു. ആ ബാത്റൂമിൽ വെച്ച് കൊന്ത അന്നാത്താനെ ഊരി രക്ഷാവധനം ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെടാൻ ദൈവം ഇടയാക്കി. അമ്മ പറയട്ടെ, റേഡിയേഷന് വേണ്ടി കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, ആ ഡോക്ടർ കാരിത്താസിൽ അന്ന് കാരിത്താസിലാണ് പോയത്. അപ്പോൾ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്നെ ഒന്ന് പരിശോധിക്കണം, എനിക്ക് ക്യാൻസർ ഉണ്ട്. ഞാൻ കൊണ്ടുപോയ ആൾ അരവന ഡ്രൈവറാണ്. അതെങ്കിൽ ഇങ്ങനെ കുറേ കൈയാണ് കാണിച്ചപ്പോഴത്തേക്ക് ഈ ഡോക്ടർ അങ്ങോട്ട് നോക്കുമ്പോൾ അമ്മയ്ക്ക് നോക്കുമ്പോൾ ഈ കൊണ്ടുപോയ രാജീവ് എന്ന് പറയുന്ന പക്ഷി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഈ ക്യാൻസർ മൂത്ത് വട്ടു പിടിച്ചെന്നാണ്. അന്നേരം അമ്മച്ചി ഉടനെ പറഞ്ഞില്ല എനിക്ക് വട്ടൊന്നുമല്ല. എന്നാലും ചോദിച്ചു യേശു എന്നെ തൊട്ടെന്ന് പറഞ്ഞു. എന്നാലും ചോദിച്ചു അയന്നെ അമ്മച്ചി അങ്ങനെ പറയാം, എൻ്റെ മകളും കുടുംബവും അവർ പെന്തക്കോസ്തുകാരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. അവർ ഇന്നലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവ് ഇന്നലെ ഇറങ്ങി വന്നു. എൻ്റെ കയ്യെ തൊട്ടേക്ക് പറഞ്ഞു, മോളെ നിനക്കൊന്നുമില്ല. ഓക്കെ വാക്കുകയല്ലേ, റേഡിയേഷൻ വേണ്ടെന്ന കീമോ വേണ്ടെന്ന ചില കാര്യത്തിന് ദൈവം ചെയ്യും. പ്രാരംഭദീക്ഷയിൽ ഇറങ്ങി വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കർത്താവിന് അത് ചെയ്യേണ്ടി വന്നു. ഇന്ന് ഞങ്ങൾ പറയാം, ഇന്ന് ഇവിടെ വീട് മരിച്ചാലും വിജയമില്ല. കാര്യം ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് എല്ലാ ക്യാൻസറിനും സൗകര്യം കിട്ടിയിട്ടില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ചില ഒരു ബോൺ ക്യാൻസർ രോഗി ഞങ്ങൾ ചങ്ങനാശ്ശേരി താമസിക്കുമ്പോൾ അവിടെ എല്ലാം ആർസുകാർ വേണോ, ഞാൻ ആഴ്ചയിൽ ഒരിക്കലും കൂട്ടാൻ വേണ്ടി ശനിയാഴ്ച ദിവസം. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ 3 ദിവസം ഒരു പ്രാർത്ഥന വെച്ചപ്പോൾ ഒരു ബോൺ ക്യാൻസർ രോഗി മൊത്തം പ്ലാസ്റ്റിക് ഇട്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, കുഞ്ഞോനെ ഞങ്ങളും കൊണ്ടുവരട്ടെ, ബിജെപി എന്നോട് ക്യാമറ കൊണ്ടുവരാൻ പറഞ്ഞു. അതുവരെ ഭക്ഷണം കഴിക്കാതെ നാളുകളായി ഇരുന്ന പക്ഷേ ആ ആദ്യത്തെ 1ാമത്തെ ദിവസം തന്നെ എന്ത് ചെയ്തറിയോ, ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചു. 3ാമത്തെ ദിവസം ഉപവാസപ്രാർത്ഥന എല്ലാം 3 ദിവസം കഴിച്ചു. 3ാമത്തെ ദിവസം ഉപവാസപ്രാർത്ഥന എല്ലാം കഴിച്ചു. സംഗതി രോഗം കൂടി മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ വിജയപ്പൻ എന്ന് പറഞ്ഞ ആൾ ഒപ്പരം കണ്ടു. അപ്പം നമ്മുടെ തേജോമയനായ കർത്താവ് പടത്തിൽ കാണുന്ന യേശു അല്ലെന്ന് പറയും. എന്നിട്ട് പറഞ്ഞു, വിജയമ്മ നീ ഇനി എന്ത് ചെയ്യണ്ട, അടുത്തൊരു അമ്പലമുണ്ട്, തൃക്കെടുത്താൻ അമ്പലം, അവിടെ നാരങ്ങാവളത്തിൽ കത്തിക്കാൻ പോകണ്ട, നീ നിലവിളക്കും കത്തിക്കേണ്ട, സാമ്പ്രാണിയും കത്തിക്കേണ്ട, എണ്ണ ഒഴിക്കേണ്ട, യേശു ആ ദൈവം. അല്ല ഒരു കാര്യം പറയാം, ആ വ്യക്തി മരിച്ചുപോയി, നിരാശപ്പെടരുതേ. അവരവരുടെ കർമ്മ ഞങ്ങൾ സത്യം പറഞ്ഞത് അന്ന് നിരാശപ്പെട്ടു. വിശ്വാസം ഇറങ്ങിയ സമയം ഞങ്ങൾ ചില നമ്മളെ പഠിപ്പിക്കുന്ന. അപ്പോ ഞമ്മോട് മരിച്ച വീട്ടിൽ എനിക്ക് വെളുപ്പിനെ ബ്രിട്ടന് ബിസിനസ്സിനോട് പോകേണ്ടിയോണ്ട് ഭാര്യ സൗകര്യം പറഞ്ഞു വിട്ടു. അവിടെ ചെന്നപ്പോൾ ആ സൗകര്യം പറഞ്ഞൊരു വാക്ക് കേൾക്കണം, കണ്ടു തന്നു, ഷൈനി നമ്മുടെ യേശു നമ്മളെ ചതിച്ചു. വേറെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു മനുഷ്യന്റെ. ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി, അവരുടെ വീട്ടിൽ ചില കർമ്മങ്ങളൊക്കെ പിന്നെ നടന്നു. ഈ ആത്മാവിനെ ആവഹിക്കാൻ വേണ്ടി പൂജാരിയെ മന്ത്രവാദിയെ കൊണ്ട് എന്ത് ചെയ്താൽ വിജയപ്പം വരുന്നില്ല. ഒരു കാര്യം പറയാം, രക്ഷാവധനം ഏറ്റു പറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിനെ ഒരു ശക്തിക്കും ആവാഹിക്കാനൊന്നും പറ്റത്തില്ല. ആ വ്യക്തിയുടെ പേരിൽ ഒരു ദുരാത്മാവും വരത്തുമില്ല. അതുകൊണ്ട് അത് ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ ഞങ്ങൾക്ക് ധൈര്യമായി. പിന്നെ ഒരു കാര്യം മനസ്സിലായി, യഥാർത്ഥ സുവിശേഷം എന്താണെന്ന്. അക്ഷരയും തേജസ്സും വെളിപ്പെടുത്തുന്ന ആത്മാവിന്റെ രക്ഷയാണ് സുവിശേഷമെന്ന് പഠിപ്പിച്ചിട്ട് അന്നു മുതൽ ഇറങ്ങിയ യഥാർത്ഥ സുവിശേഷത്തിന് വേണ്ടി രോഗി മരിക്കുവോ വിഷയത്തിന് വിടുതൽ കിട്ടുവോ എന്നുള്ളതല്ല, അനുഭവിക്കുന്ന വ്യക്തിയെ ആത്മാവിൽ ഉറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കായി അന്നു മുതൽ ഉപയോഗിക്കുക. അതുകൊണ്ട് പറയാം, കോവിഡ് വന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് വിഷയമില്ല, ദൂത് തെറ്റിയില്ല. അത് നിത്യതയുടെ അവൻ ദൂത കൊള്ളായിരുന്നു. അവിടെ അന്നും ഇന്നും അതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദൂത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. അനേക പ്രവാചകന്മാരുടെ പ്രവചനമൊക്കെ എന്ത് ചെയ്തു, കാറ്റു പറന്നുപോയി. കാര്യം ഈ 2019 നമ്മുടെ അനുഗ്രഹത്തിന്റെ വർഷമാണെന്ന് പ്രവചിച്ചവർ എവിടെ പോയി? ഞാൻ പറഞ്ഞ അവരെ ആരും കുറ്റം വിധിക്കാനല്ല. പ്രവചിച്ചാൽ വചനത്തിനൊത്തവണ്ണം വേണം പ്രവചിക്കാൻ. വചനം വിട്ടുള്ള ഒരു പ്രവചനവും സ്വർഗം അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, എനിക്ക് നിൽക്കും അല്പകാലം മാത്രമേ ഉള്ളൂ. യോബിന്റെ പുസ്തകം 14 പറയുക, ഒരു സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവരും കഷ്ടസമ്പൂർണരുമാകുന്നു. പ്രിയരെ, കഷ്ടതയുടെ ഒരു സമ്പൂർണത വന്നാൽ തേജത്തിന്റെ സമ്പൂർണത നമുക്ക് അവിടെ വിളങ്ങാൻ പറ്റും. പ്രിയരെ, ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള സൃഷ്ടിപ്പിന്റെ മകുടോപദേശം മനസ്സിലാക്കണം.
സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുവരികണം. അതിന്റെ അർത്ഥം സുവിശേഷം എല്ലായിടത്തും എന്ത് ചെയ്യണം? അറിയിക്കണം. അന്ന് നമ്മളെ ആരും പണ്ടുകൊണ്ട് പോലും യഹോവ നിർമ്മിച്ചിട്ടില്ല. അതിനു മുമ്പ് പിതാവായ ദൈവം അവൻ വെളിച്ചങ്ങളുടെ പ്രദേശത്ത് വെച്ച് തന്റെ ആത്മസ്വരൂപത്തെ സൃഷ്ടിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള പദ്ധതി എന്നാന്നറിയാവോ? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂലോകത്തിലൊക്കെയും പെരുകണം. മാത്രമല്ല സകലതിന്റെ മേലും അടക്കി വാഴണം. ആ അധികാരം ആ ദൈവജനത്തിന് തന്നിരിക്കുന്നത് മറ്റേതൊരു നഷ്ടപ്പെട്ടതിനെ കാൽവരി തിരിച്ചു തന്നിട്ട് ആ അധികാരത്തോടെ ലോകത്തിന്റെ എല്ലാ കോണുകളും ഇറങ്ങാനുള്ള അധികാരമാണ് നമുക്കുണ്ട്. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, നടന്നേ പറ്റൂ. ഇവിടെ പറയുക, ഈ അല്പകാലത്തേക്ക് എന്തുള്ളൂ? നമ്മൾ വിചാരിക്കും അറിവായ കാലം മുതൽ കറ്റവാ. ഇതെല്ലാം കൂടെ കൂട്ടി എത്രയെന്ന് ദാവീദ് പറഞ്ഞേ. കാലെന്ന് പറഞ്ഞത് ഇങ്ങനെ നാളത്തെ അളവല്ല. ശൈശവം, ബാല്യം, യൗവനം, അങ്ങേറ്റുമ്പോൾ എത്ര വരും? 100 വരുമായിരിക്കും അല്ലേ? പുസ്തകത്തിൽ ഒരു വചന പണ്ഡിതൻ പറയുന്നത്, ഒരുവൻ 100 വയസ്സുള്ളവനായി മരിച്ചാലും നമുക്ക് ദീർഘായുസം തോന്നും, ഒത്തിരി ആയുസം തോന്നും. പക്ഷെ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളത്തോടെ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ആയുസ്സിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുക, 2 പറയാ, ഈ ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ അത്യന്ത പരമതിയായ രാജ്യത്തിന്റെ നിത്യങ്ങളെ കിട്ടുവാൻ കാരണമാകുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് തേജസ് വേണോ അതോ ഇവിടെ അടിച്ചുപൊളി ജീവിക്കണോ? അടിച്ചുപൊളി ജീവിക്കണമെങ്കിൽ ഒരു കഷ്ടമൊന്നും വരത്തില്ല. പയ്യെ സൂപ്പിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഉന്നതങ്ങളിലേക്ക് പറക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ജഡത്തിൽ വസിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ജഡത്തിന്റെ എല്ലാ ഇച്ഛകളെയും മരിപ്പിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ അവൻ നിത്യത നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുക. ഈ അമർത്യതയുണ്ട്, അമർത്യത. അവൻ ഉയർപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. 15-ാം അധ്യായം അവൻ ശരിക്കും വായിച്ചു പഠിച്ചാൽ അവൻ അതിനകത്ത് ഈ തേജസ്സിന്റെ വ്യത്യാസമുണ്ട്. സൂര്യന്റെ തേജസ്, ചന്ദ്രന്റെ തേജസ്, നക്ഷത്രങ്ങളുടെ തേജസ്, നക്ഷത്രങ്ങളും കൊണ്ട് തേജസ് കൊണ്ട് വ്യത്യാസമല്ലോ എന്ന് പറഞ്ഞാൽ തേജസ്സിനും അവിടെ വ്യത്യാസമുണ്ട് പ്രിയരെ. അതുകൊണ്ട് ഈ നാളുകളിൽ തിരുവഴുത്തിൽ കൂടെ സഞ്ചരിച്ചിട്ട് ഇതിനകത്ത് ഈടുറ്റതായ സമ്പത്തിന് വേണ്ടി ഞാനും നിങ്ങളും ആഗ്രഹിച്ച് ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവാത്മാവ് അറിയിക്കും, മകനെ ഇത് നിന്നെ തകർക്കാനല്ല, നിന്റെ തേജസ്സിന്റെ ആ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനാണ്. 144 സങ്കീർത്തനത്തിൽ പറയാ യുദ്ധത്തിനായി എന്റെ കൈകളിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവം വരുമ്പോ ഓർത്തോണം. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവം കൊണ്ടാ അനേക കഷ്ടങ്ങൾ കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസത്തിൽ ഇറങ്ങിയതുപോലെ തെറ്റിപ്പോൾ ചിന്തിച്ച സമയമുണ്ട്. പക്ഷെ എങ്കിലും ഉടനെ ദൈവാത്മാവ് മാറ്റും കേട്ടോ. മാറ്റിയിട്ട് നമ്മളെ വചനത്തിൽ കൂടെ വിടും. സ്വപ്ന പേക്കിനാവൊന്നുമല്ല, ദൈവവചനത്തിൽ കൂടെ വിടും. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം ഇവിടെ ഇരിക്കുന്നവർ പറയാം, നിങ്ങൾ ദൈവവചനം ആഴത്തിൽ വായിച്ച് ധ്യാനിച്ച് എന്ത് ചെയ്തോണം? ഇന്നലെ കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ച് ഇവിടെ നിങ്ങളുടെ സമയം എന്ത് ചെയ്യരുത്? പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഇടയാകരുത്. നാം ഈ ദിനങ്ങളിൽ വിലയ്ക്ക് വാങ്ങണം. കിട്ടുന്ന സമയം ദൈവവചനത്തിനായിട്ട് ഇരിക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹാത്ഭുതങ്ങളെ കാണാനിടയാക്കും. അവയെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ ആത്മാവ് കൂടെ നിന്നിട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ദൈവത്തിന്റെ വസതിയെ കാണാനിടയായിരിക്കും. അതുകൊണ്ട് വിൽപ്പന 1:29 പറയാം, ക്രിസ്തയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല പിന്നെ ഈ വരുമാനം ഉപസിച്ച് പഠിക്കോ പാടുപെടും അല്ലേ പ്രിയരെ? ഇതൊക്കെയാണ് വാങ്ങേണ്ടത് എന്ന് പറഞ്ഞ് പ്രവചന ന്യൂസ് കൂടെ തെറ്റാന്നല്ല, പ്രവചനം വേണം. അവൻ പാപം ചെയ്തു ഒരുവൻ വന്ന ചെവിയിലെങ്കിലും ചെന്ന് പാപബോധം കൊടുക്കണം. ശരിയല്ലേ? ഇന്ന് നോക്കിയാല് ഇന്നലെ നമ്മുടെ കർത്താവിന്റെ ദാസൻ ശക്തമായി ശുശ്രൂഷിച്ചു അല്ലേ? നമുക്കൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് അത് അനുഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇന്നത് കുറവാ. നമ്മളെല്ലാരും വാലല്ല തലയാകുന്ന കേട്ടാ നമ്മൾ 100-ാകും.
എന്റെ പ്രിയരെ, തലയായില്ലേലും കുഴപ്പമില്ല, തലയായവന്റെ കീഴിൽ നിന്നോണം. തലയായവന്റെ കീഴിൽ നിന്നാൽ അവൻ അത്യുന്നതനായ ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അല്പകാലത്തേക്ക് കഷ്ടം അനുവദിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിൽ അവൻ തേജസ്സിനായി നമ്മളെ എന്ത് ചെയ്യും? ഒന്ന് യഥാസ്ഥാനപ്പെടുത്തും. ഈ യേശുവിന്റെ യഥാസ്ഥാനമാണ്. കാര്യം അപ്പോസ്തലപ്രവൃത്തി 4:11 വായിക്കുമ്പോൾ അവൻ ചിലരെ കർത്താവ്, ചിലരെ അപ്പോസ്തലന്മാരെ, ചിലരെ പ്രവാചകന്മാരെ, ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരെ ഉപദേശകരെ ആക്കി വെച്ച എന്തിനാ? അവിടെ കിടപ്പുണ്ട്. അവരെല്ലാം വിശ്വാസത്തിൽ ആകണം. യഥാർത്ഥ വിശ്വാസം. ഒത്തിരി വിശ്വാസമുണ്ട്. രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള വിശ്വാസമുണ്ട്, അത്ഭുതം ചെയ്യാനുള്ള വിശ്വാസമുണ്ട്. എന്നാൽ ഇതൊന്നും അല്ല പ്രിയരെ വിശ്വാസത്തിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ. ആമേൻ. മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ ഞാനും നിങ്ങൾ പങ്കാളികളായി തീരുവാൻ, അതിനുവേണ്ടി വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറയ്ക്കണം. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവർ ഐക്യത സഭയ്ക്കകത്ത് എല്ലാവർക്കും ഉണ്ടാകണം. ഒരേപോലെ എല്ലാവർക്കും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, പരിപൂർണമായ അറിവ് ഞാനും നിങ്ങൾ ആകണമെന്ന അപ്പോസ്തലൻ. അതിനുവേണ്ടിയാണ് ഈ ശുശ്രൂഷകന്മാരെ എന്ത് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം പോലും നോക്കിക്കേ, ഇന്നത്തെ സഭയ്ക്കകത്ത് നടക്കുന്ന സാക്ഷ്യം നോക്കിക്കേ. ഏതാ എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, അത് കിട്ടുന്നത് അതെല്ലാം കിട്ടും. പക്ഷെ എവിടം വരെ ഉള്ളത്? കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചാൽ പോയി, ഇവിടെ നിന്ന് ഇട്ട് കൊടുത്തത് കൊണ്ടല്ലേ പോയുള്ളൂ, വേറെ വല്ലതും കൊണ്ടുപോയ. നമ്മളും അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ എന്തുണ്ട്? ഈ സൂര്യന് കീഴിൽ കാണുന്ന എന്തൊക്കെ ഉണ്ടെങ്കിലും അതാ ശേഷിക്കുന്നവർ തന്നുവിടുന്നതേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇനി അത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അവിടേക്കുള്ളതിനു വേണ്ടി ഒരുങ്ങിക്കോണം. അവിടേക്കുള്ളതിനു വേണ്ടി ഒരുക്കാനാ ദൈവം ചില കഷ്ടതകളൊക്കെ അനുവദിക്കുന്നതെന്നാ വചനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് നിലവിളിക്കരുത്, കഷ്ടം ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കരുത്. കഷ്ടത്തിൽ ജയിപ്പാനുള്ളൊരു വരം തരണമേ, ദൈവകൃപ തരണമേ. ആമേൻ. വചനത്തെ കുറിച്ച് അന്നൊന്നും വലിയ അറിവ്, ഇന്നും വലിയ അറിവുണ്ട്. ഞങ്ങൾ വലിയ അറിവ്, ഈ വലിയ പാണ്ഡിത്യം ഒന്നും ഉള്ളത് ആകെ ഞങ്ങൾക്കുള്ള അറിവൊന്നും അല്ല. മുട്ടുമായിരിക്കും, എല്ലാം ദൈവം തരും, അന്നേരമൊക്കെ ഉള്ളത്. ആകെ ഞാൻ പറഞ്ഞൊരു സാരം, ഈ കഷ്ടങ്ങളൊക്കെ മാറി മാറി രോഗം ഉണ്ടാകുമ്പോ മോനെ കൊണ്ട് പോവാ, എന്നാലും എല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ സഹിക്കാനുള്ള അങ്ങനെ പ്രാർത്ഥിക്കും. ഇതുകൊണ്ട് പതറിപ്പോയില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ പതറുമ്പോൾ എന്നെ വേർപെടുത്തും. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഒരു കഷ്ടത കണ്ടോ, ഒരു പ്രതിസന്ധി കണ്ടോ, ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദേശത്തെ കുറിച്ചുള്ള വെളിപ്പാട് നഷ്ടമാകല്ല് കേട്ടോ. അനേകരുടെ ദർശനം മങ്ങിക്കൊണ്ടിരിക്കുക. ആമേ. പൗലോസ് അപ്പോസ്തലൻ, ഞാൻ സ്വർഗീയ ദർശനത്തോട് എന്ത് ചെയ്യത്തില്ല, അനുസരണക്കേട് ഞാൻ കാണിക്കത്തില്ല. കാരാഗ്രഹമായാലും ചങ്ങലയായാലും ആമേ, കഴുത്തിൽ ആമേ വാള് വെച്ചാലും ദർശനത്തോട് ഞാൻ എന്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് പ്രിയരെ, നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് എവിടത്തേക്ക് വേണ്ടിയാന്ന് അറിയാമല്ലോ. അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. നമ്മൾ ഈ മരിച്ചു പോകുന്നതും പേടിയുണ്ടോ? ആംബുലൻസ് വരുന്നതും ചവപ്പെട്ടി മാത്രം കാണല്ലേ. നമ്മൾ മരിച്ചു പോകുന്നതും നമ്മളെ അടക്കുന്നതും വിശുദ്ധന്മാരൊക്കെ വന്ന് അടക്കുന്നതും നല്ല പ്രത്യാശയുടെ വചനം പറയുന്നതും നല്ല പ്രത്യാശയുടെ ഗാനങ്ങളൊക്കെ കേൾക്കുന്നതും എന്നിട്ട് അടക്കുന്നതും അത് കഴിഞ്ഞ് ഉയർപ്പിക്കുന്നതും കൂടെ കണ്ടോണം. അല്ലേ ഭയം വരും. ഉയർപ്പിക്കുന്നത് കണ്ടാൽ ഞാനൊരു കാര്യം, മരണഭയം മാറും. എന്റെ ജീവിതത്തിൽ മരണഭയം മാറാനുള്ള ഒരു വചനം ഞാൻ പറഞ്ഞു തരാം. 2 Corinthians 5. കൂടാരമായയുടെ മൗനം അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്ന ഈ വെളിപ്പാടാ മരണഭയം മാറിയത്. അല്ല, നിസാര കേട്ടിട്ട് വരുമ്പോ അയ്യോ കിഡ്നി ആയിരിക്കുമോ, അതോ ക്യാൻസർ വല്ലതും ആയിരിക്കുമോ? അപ്പോഴല്ലേ ദൈവാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. പ്രിയരെ, ഏതൊരവസ്ഥയ്ക്കും നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് തന്റെ ജീവിതത്തിലെ അനുഭവം. 8:18 പറയാ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അതൊക്കെ കാരണം പ്രിയരെ. കഷ്ടതയിലിരിക്കുമ്പോ അവിടെ ഇരുന്ന് അങ്ങ് ഞരങ്ങി ആമേ, അവിടെ നമ്മുടെ ആമേ പുറവശം തേയരുത്. പത്മോസിൽ ഒരുവനെ നാട് കടത്തി. അവിടെ എന്താ സംഭവിച്ചത്? കറുത്ത ദിവസത്തിൽ ദൈവസേനയിൽ ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോഴാണ് കഷ്ടതയുടെ നടുവില മഹാദർശനം കണ്ടത്. വരും കാലങ്ങളിൽ നമുക്ക് വേണ്ടി ഉള്ളത് കൂടെ തരാനുള്ള അവൻ ഒരു ദർശനം കൊടുക്കുന്ന
അവർ ഒരു എൻകൗണ്ടിങ് സ്റ്റേഷൻ ആയിരുന്നു പത്മോസ് എങ്കിൽ ഇന്ന് പകൽക്കാലം ചില പത്മോസിന്റെ അനുഭവത്തിൽ ഇരിക്കുന്നവരോട് പറയട്ടെ, ഇത് ചില നാളുകളിലേക്കുള്ള വരവിന് വേണ്ടി കർത്താവിന്റെ വരവിനെ വെളിപ്പെടുത്തുന്ന ചില ആലോചനകൾ പങ്കുതരാനാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആയുസിന്റെ അവസാനത്തേലും ഒന്ന് അറിയിക്കാനായിരിക്കും. അപ്പൊ നമുക്ക് ഒരുങ്ങാമല്ലോ. അതുകൊണ്ട് ഏത് സമയത്തും ഒരുങ്ങിക്കോണം. 2, ശേഷിക്കുന്ന സമയം മാക്സിമം സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിച്ചു. പണം കിട്ടിയാൽ, ആരോഗ്യം കിട്ടിയാൽ, കഴിവ് കിട്ടിയാൽ, കൃപാവരങ്ങൾ കിട്ടിയാൽ എല്ലാം ഇതുകൊണ്ട് ബിസിനസ് ചെയ്ത് അനേക ആത്മാക്കളെ നേടി പ്രശംസാ കിരീടങ്ങളുള്ള ആ കിരീടധാരിയായി അന്ന് നിൽക്കാൻ ഇടയായി തീരും. അതുകൊണ്ട് അവൻ ഒത്തിരി വചനങ്ങൾ കയറി പോകുന്നുണ്ട്. സമയം എല്ലാം എനിക്ക് അനുവദിച്ച സമയം ഇവിടെ തീർന്നു. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരും പ്രതിസന്ധി അനുഭവിക്കുന്നവരും പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. 14 കൊല്ലം ഞങ്ങളൊരു പ്രാർത്ഥിച്ചു. എൻ്റെ വീട് അങ്ങോട്ടൊരു പണ്ടൊരു വീട് മേടിച്ചിരിക്കാൻ വേണ്ടി ഇവിടെ അല്ല 30 അവധിയുള്ളൂ. 14 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കല്ല ഉത്തരം കിട്ടിയത്. ഉത്തരം കിട്ടി ഗസമനിക്ക് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച പോലെ. ഉത്തരനെങ്കിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ തന്നെ വിടുവിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളി അഭയാചനോടും ആമേൻ ഉറച്ച നിലവിളിയോട് എന്ത് ചെയ്തു. പക്ഷെ പ്രാർത്ഥിച്ച് ഇത് നീങ്ങിപ്പോണതാ പ്രാർത്ഥിച്ച്. പക്ഷെ അവസാനം ഒന്ന് കർത്താവ് കൂട്ടിച്ചേർത്തു, എന്റെ ഇതമല്ല നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കണം. ചില വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ഗീതം. ഞാനൊരു കാര്യം പറയാം, ഇന്ന് അവിടെ മനോഹരമായ ഒരു ഭവനം തന്നു. ഞങ്ങൾക്ക് ഭവനം തന്നുകൊണ്ടൊന്നും അല്ല കേട്ടോ, നമ്മളെ കണ്ട് വലിയ ഭവനം ഇന്ന് വിശ്വാസികളായിട്ടുള്ളവർക്കുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. പ്രാർത്ഥനകൾക്കെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നൂല് പിടിച്ചിരിക്കുന്ന അളവിൽ മറുപടി കിട്ടിയില്ലെങ്കിലും അതിനകത്തൊരു മറുപടി ഉണ്ട്. അത് ദൈവ മഹത്വത്തിന് കാരണമായി തീരും. അതുകൊണ്ട് പ്രതിസന്ധി വന്നാലും കഷ്ടത വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും എല്ലാവരാലും ഒറ്റപ്പെട്ടവരാലും ആരും എനിക്ക് സഹായത്തിന് ഇല്ല എന്ന് വിചാരിക്കുന്ന ചില പ്ലാറ്റ്ഫോം ഒരുക്കി നിർത്തിയിട്ട് അവിടെ ഇട്ടാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമുക്ക് അപ്രകാരത്തിലാണ് അവിടുന്ന് പരിശുദ്ധ